യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ക്യാൻസറിൻ്റെ പിടിയിലമർന്ന ആയിരക്കണക്കിന് ദൈവമക്കൾ ക്രൂശിതനായ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യവും ആശ്വാസവും പ്രാപിക്കുന്ന ശുശ്രൂഷയിലേക്കാണ് നാം ഇന്ന് ഒന്നു ചേർന്നിരിക്കുന്നത്. സങ്കീർത്തനം 119 തിരുവചനം ഇങ്ങനെയാണ്. ദാവീദ് രാജാവ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു: ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി, എന്തെന്നാൽ അതുമൂലം കർത്താവിൻ്റെ ചട്ടങ്ങൾ എന്തെന്ന് ഞാൻ പഠിച്ചു. ജീവിതത്തിലെ ദുരിതങ്ങൾ ഉപകാരങ്ങളായി മാറുന്ന സംഭവമാണ് സങ്കീർത്തകൻ പറയുന്നത്. നിങ്ങളുടെ കുടുംബത്തിൽ ഒരാളോ അതിലധികം പേരോ, മാതാപിതാക്കളും മക്കളും ഒരുപോലെയോ ക്യാൻസർ രോഗത്തിൻ്റെ പിടിയിലമർന്നപ്പോൾ അത് ദൈവശാപത്തിൻ്റെയോ ദൈവകോപത്തിൻ്റെയോ അടയാളങ്ങളായി നിങ്ങൾ വ്യാഖ്യാനിക്കുന്നുണ്ടോ? ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഇത്തരം രോഗങ്ങൾ, ഇത്തരം ദുരിതങ്ങൾ ദൈവസ്നേഹത്തിൻ്റെയും ദൈവമഹത്വം വിളംബരം ചെയ്യാനുള്ള ദൈവ പദ്ധതിയുടെയും അവസരങ്ങളായി വ്യാഖ്യാനിക്കാൻ നമുക്ക് കഴിയണം. സഹോദരങ്ങളെ, ഇതാ നമ്മളുടെ ഓരോരുത്തരുടെയും വീടുകളിലേക്ക്, ഓരോ രോഗിയുടെയും സമീപത്തേക്ക് ചിലപ്പോഴെങ്കിലും യേശു സൗഖ്യമായി കടന്നു വരണമെന്ന് നിർബന്ധമില്ല. പക്ഷേ നമ്മുടെ ഈ ദുരിതങ്ങൾ, നമ്മുടെ ഈ വേദനകൾ എന്തെന്നില്ലാത്ത വിധത്തിൽ ഒട്ടേറെ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഏറ്റവും പരമപ്രധാനമായി അകന്ന ബന്ധങ്ങൾ കൂട്ടിയിണക്കാൻ, തകർന്ന കൂട്ടായ്മകൾക്ക് ബലം പകരാൻ, മാതാപിതാക്കളും മക്കളും ജീവിത പങ്കാളിയും എല്ലാം തമ്മിലുള്ള ബന്ധത്തെ കുറേ കൂടി ഗാഢമായി ഉറപ്പിക്കാൻ ഇത്തരം അവസരങ്ങൾ നമ്മളെ സഹായിക്കുക തന്നെ ചെയ്യും. ഇതുപോലെ തന്നെ ദൈവത്തെ ഇത്ര കണ്ട് ഗൗരവപൂർവ്വം എടുക്കുന്ന സമയങ്ങളുണ്ടോ? ഒരുപക്ഷെ റോട്ടിലെ ഒരു അപകടം പോലെയോ മറ്റൊരു ആകസ്മികമായ മരണം പോലെയോ ഒരു മരണകരമായ പ്രതിസന്ധിയിൽ ഒരാൾ ചെന്നുപെട്ടാൽ ദൈവത്തെ ഗൗരവപൂർവ്വം എടുക്കാനോ നിത്യതയെ സ്നേഹപൂർവ്വം ധ്യാനിക്കാനോ അവർക്ക് അവസരം കിട്ടണമെന്നില്ല. എന്നാൽ നിങ്ങൾ ഇന്ന് രോഗിയായി കിടപ്പറയിൽ കിടക്കുന്നതുകൊണ്ട്, രോഗിയായി ആശുപത്രിയിൽ വിശ്രമിക്കുന്നതുകൊണ്ട് നിങ്ങൾക്കിതാ ദൈവത്തെ ഗൗരവപൂർവ്വം എടുക്കാൻ കഴിയുന്നു. നിത്യതയെക്കുറിച്ച് വളരെ കാര്യമായി ചിന്തിക്കാൻ കഴിയുന്നു. സഹോദരങ്ങളെ, ഞാനും നിങ്ങളും സ്വർഗത്തെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്ന മനുഷ്യരാണ്. നിത്യപിതാവിൻ്റെ മടിയിൽ വിശ്രമിക്കുവോളം നമ്മൾ ഈ ഭൂമിയിലെ വെറും സഞ്ചാരികൾ മാത്രമാണ്. ഏതാനും വർഷക്കാലം മാത്രം ഈ ഭൂമിയിൽ ജീവിച്ച് കടന്നു പോകുന്ന മനുഷ്യർ മാത്രമാണ് നമ്മൾ. അതുകൊണ്ടല്ലേ മരണകരമായ വെല്ലുവിളി വന്നപ്പോൾ പൗലോസ് അപ്പസ്തോലൻ 1 കൊരിന്തോസിൽ നമ്മൾ വായിക്കും, അവൻ വിളിച്ചു പറഞ്ഞു: മരണമേ, നിന്റെ ദംശനം എവിടെ? മരണമേ, നിന്റെ വിജയം എവിടെ? നിനക്ക് ഒരിക്കലും എന്നെ തോൽപ്പിക്കാൻ കഴിയില്ല. പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 1:20 നമ്മൾ വായിക്കും, ഇതാ എനിക്കെൻ്റെ ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ്. എന്തുകൊണ്ടാണത്? കാരണം മറ്റൊന്നുമല്ല, എൻ്റെ യഥാർത്ഥ പൗരത്വം സ്വർഗത്തിലാണ്. ഏറെ സ്നേഹത്തോടെ അനുഗ്രഹീതമായ ഈ ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ട്, നിത്യതയെക്കുറിച്ചുള്ള ചിന്ത കൊണ്ട് നമ്മളും നമ്മുടെ കുടുംബത്തിലെ ഓരോ അംഗവും നിറയട്ടെ എന്ന് നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ദൈവമേ, നീ പരിശുദ്ധനാ
ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്കു വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ ഞങ്ങളോട് കരുണയുണ്ടാകേണമേ. ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആത്മരക്ഷയ്ക്ക് വേണ്ടി ബലിയായി മാറിയ ക്രൂശിക്കപ്പെട്ട യേശുവിൻ്റെ വിശുദ്ധമായ നാമത്തിൽ ഈ അനുഗ്രഹീതമായ ദിവസം ഓ പിതാവേ, ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്നിരിക്കുന്നു. മാനവകുലത്തിൻ്റെ മുഴുവൻ രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ടിരിക്കുന്ന ഏകനാമമായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലാണ് ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കുപറ്റുന്ന പരശതം മനുഷ്യർ പങ്കെടുക്കുന്നത്. ഓ കർത്താവേ, ഏറെ പ്രതീക്ഷയോടും സ്വപ്നങ്ങളോടും കൂടിയാണ് നിന്റെ മുമ്പിൽ നിന്റെ ജനം മുട്ടുകൾ മടക്കുന്നത്. ഓ കർത്താവേ, നിന്റെ ഏറ്റവും വിശുദ്ധവും ഏറ്റവും അനുഗ്രഹീതവുമായ നാമത്തിൻ്റെ മുമ്പിൽ ഞങ്ങളെ തന്നെ സമ്പൂർണമായി അർപ്പിക്കുന്നു. ഓ കർത്താവേ, ഏതെങ്കിലും കടങ്ങൾ, ഏതെങ്കിലും പാപം രൂപം കൊടുത്ത ശാപകരമായ ചെയ്തികൾ ഞങ്ങളിലോ ഞങ്ങളുടെ കുടുംബത്തിലോ വന്ന് ഭവിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങയുടെ കരുണയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരുണ നിറഞ്ഞ കരം ഞങ്ങളുടെ മേൽ നീട്ടുന്നതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹീതമായ കരുണയുടെ ജപമാലയുടെ ഒരു രഹസ്യം നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുന്ന സമയത്ത് ഓരോരുത്തരും അവരുടെ ഹൃദയങ്ങളിൽ ഏറ്റുപറയട്ടെ, ഓ കർത്താവേ, അങ്ങയിൽ നിന്ന് അകന്നു പോയ കാലങ്ങളിൽ, ഞങ്ങൾക്കിഷ്ടമുള്ള ഇടങ്ങളിലേക്ക് യാത്ര ചെയ്ത കാലങ്ങളിൽ, ഞങ്ങളിൽ വന്നു ഭവിച്ചിരിക്കുന്ന എല്ലാ വിപരീതമായ കാലങ്ങളെയും അവസരങ്ങളെയും വിശുദ്ധീകരിക്കാൻ കാൽവരി മലയിൽ നീ ചിന്തിയ തിരുരക്തത്തിൻ്റെ അമൂല്യമായ യോഗ്യത ഞങ്ങളുടെ മേലും, ഞങ്ങളുടെ മാതാപിതാക്കളുടെ മേലും, ഞങ്ങളുടെ പൂർവികരുടെ മേലും, ഞങ്ങളുടെ സുഹൃത്തുക്കളുടെ മേലും, ഞങ്ങളുടെ ശത്രുക്കളുടെ മേലും, ഞങ്ങളുമായി ബന്ധപ്പെടുന്ന സകലരുടെ മേലും നീ തളിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കിതിൽ പങ്കുപറ്റാം. Eternal Father, we offer you the body and blood, soul and divinity of your dearly beloved Son, our Lord Jesus Christ, in atonement for our sins and those of the whole world. For the sake of his sorrowful passion, have mercy on us and on the whole world.
For the sake of his sorrowful passion, have mercy on us and on the whole world. for the sake of his sorrowful passion, Have mercy on us and on the whole world. for the sake of his sorrowful passion, Have mercy on us and on the whole world. for the sake of his sorrowful passion, Have mercy on us and on the whole world. for the sake of his sorrowful passion, Have mercy on us and on the whole world. for the sake of his sorrowful passion, Have mercy on us and on the whole world. for the sake of his sorrowful passion, Have mercy on us and on the whole world. for the sake of his sorrowful passion, Have mercy on us and on the whole world. for the sake of his sorrowful passion, Have mercy on us and on the whole world. Holy God, Holy Mighty One, Holy Immortal One, have mercy on us and on the whole world. Holy God, Holy Mighty One, Holy Immortal One, have mercy on us and on the whole world. Holy God, Holy Mighty One, Holy Immortal One, have mercy on us and on the whole world. ദിവ്യകാരുണ്യ യേശുവിലേക്ക് നമ്മുടെ ഇരു കരങ്ങളും നമുക്ക് നീട്ടിപ്പിടിക്കാം. നമ്മുടെ കുറവുകൾ അംഗീകരിച്ചുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ കർത്താവിൻ്റെ മുമ്പിലേക്ക് നമ്മുടെ കരങ്ങൾ നമ്മൾ നീട്ടിപ്പിടിക്കുന്നു. ഓ കർത്താവേ, നിന്റെ അനന്തമായ കാരുണ്യം കൊണ്ട് മാത്രമേ പാപങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് മോചനം നേടാൻ കഴിയൂ. കർത്താവേ, അവിടുന്ന് ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ രോഗങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് മോചനം നേടാൻ കഴിയുന്നു. ആകാശത്ത് ഉരുണ്ടു കൂടുന്ന കാർമേഘം മഴയായി ഭൂമിയിലേക്ക് വർഷിക്കപ്പെടുന്നത് പോലെ തന്നെ ലോകത്തിലെ ഒരുപാട് മനുഷ്യരുടെ പാപങ്ങളും ചെയ്തികളും ഒരു പക്ഷേ നീതിയിലും വിശുദ്ധിയിലും നടന്നു നീങ്ങുന്ന ഞങ്ങളുടെ മേൽ പോലും രോഗങ്ങളായി പതിച്ചിട്ടുണ്ടാകാം. ഓ കർത്താവേ, ഈ സമയം ഞങ്ങളെ തന്നെ സമ്പൂർണമായി അങ്ങയുടെ മുമ്പിൽ അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വിശുദ്ധമായ കരം
നമ്മുടെ മേലുണ്ട് എന്ന ഉറച്ച വിശ്വാസത്തിൽ സഹോദരങ്ങളെ നമുക്ക് പ്രാർത്ഥിക്കാം. ഇതൊരു വിശ്വാസത്തിൻ്റെ പ്രാർത്ഥനയാണ്. സ്വർഗത്തിലെ പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങിയപ്പോൾ അപ്പസ്തോല ഗണം പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവേ, മറ്റുള്ളവരുടെ ഭീഷണി നീ കാണണമേ, അങ്ങയുടെ സ്വന്തമാക്കി നീ മാറ്റണമേ. ഞങ്ങൾ എന്തിനു വേണ്ടിയാണ് വേദനിക്കുന്നത് എന്ന് നിനക്കറിയാം കർത്താവേ. നിനക്കറിയാൻ കഴിയാത്തതായിട്ട് യാതൊന്നുമില്ല. നിനക്ക് ആശ്വസിപ്പിക്കാൻ കഴിയാത്തതായിട്ട് യാതൊന്നുമില്ല. നിനക്ക് പൊറുക്കാൻ കഴിയാത്തതായിട്ട് യാതൊന്നുമില്ല. നിനക്ക് വിടുതൽ നൽകാൻ കഴിവില്ലാത്തതായ യാതൊന്നുമില്ല. കർത്താവേ, ഞങ്ങളുടെ വേദനകളെ തരുന്നു, ഞങ്ങളുടെ രോഗങ്ങളെ തരുന്നു, ഞങ്ങളുടെ പീഡനങ്ങളെ തരുന്നു, ഞങ്ങളുടെ കഷ്ടതകളെ തരുന്നു, ഞങ്ങളുടെ കണ്ണീരിനെ തരുന്നു, ഞങ്ങളുടെ ദുരിതങ്ങളെ ഞങ്ങൾ തരുന്നു. ഇരു കരമുയർത്തി നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ നന്ദി, കർത്താവേ നന്ദി, കർത്താവേ നന്ദി, കർത്താവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിന് ഞങ്ങൾ മഹത്വം ആരാധനയും അർപ്പിക്കുന്നു. സകല സൃഷ്ടിയുടെയും കാരണമായ ദൈവത്തിന് ഞങ്ങൾ ആരാധനകൾ അർപ്പിക്കുന്നു. പരിശുദ്ധാത്മ ദൈവത്തിന് ഞങ്ങൾ ആരാധനകൾ അർപ്പിക്കുന്നു. സൗഖ്യദായകന് ഞങ്ങൾ ആരാധനകൾ അർപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന കർത്താവേ, നന്ദി കർത്താവേ, മഹത്വം കർത്താവേ, ആരാധന കർത്താവേ, മഹത്വം കർത്താവേ. ആത്മാവിലായിരം മുറിവുണങ്ങിടുന്ന ആത്മീയ നിമിഷമി ആരാധന. ആത്മാവിലായിരം മുറിവുണങ്ങിടുന്ന ആത്മീയ നിമിഷമി ആരാധന. ആത്മശരീര വിശുദ്ധി നൽകിയിടുന്ന അനുഗ്രഹ നിമിഷമി ആരാധന. ആരാധന, 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 ടെലിവിഷൻ സ്ക്രീനിന്റെ മുമ്പിലായിരുന്നു കൊണ്ട് രോഗികളായിട്ടുള്ളവരോടൊപ്പം പ്രാർത്ഥിക്കുന്ന കുടുംബാംഗങ്ങൾ എല്ലാവരും മുട്ടുകൾ മടക്കി ഇരു കരങ്ങളും ഉയർത്തിക്കൊണ്ട് ഈ ആരാധ്യമായ ഗാനത്തിൽ പങ്കുപറ്റിക്കൊണ്ട് പ്രാർത്ഥിക്കട്ടെ. ഓ കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുത്തുന്ന സമയത്ത് തന്നെ ഞങ്ങളിലേക്ക് സൗഖ്യം കടന്നു വരും. ഇന്നേ വരെ ഞങ്ങൾ അനുഭവിച്ചിട്ടില്ലാത്ത സമാധാനം ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് കടന്നു വരും. ലാസറിന്റെ വീട്ടിലേക്ക് കടന്നു ചെന്ന യേശുവിതാ നിന്റെ വീട്ടിലേക്ക് വരുന്നു. സക്കേവൂസിന്റെ വീട്ടിലേക്ക് ചെന്ന യേശുവിതാ നിന്റെ വീട്ടിലേക്ക് വരുന്നു. ശിമയോൻ പത്രോസിന്റെ ഭവനത്തിലേക്ക് ചെന്ന യേശുവിതാ നിന്റെ ഭവനത്തിലേക്ക് വരുന്നു. കാനായിലെ കല്യാണ വിരുന്നിന് കടന്നു ചെന്ന യേശുവിതാ നിന്റെ ഭവനത്തിലേക്ക് വരുന്നു. യേശുവിനെ സ്വീകരിക്കാം, ആരാധനകൾ അർപ്പിക്കാം. കർത്താവിനെ നമുക്ക് മഹത്വം പാടാം. സിരകളിലും കോശങ്ങളിലും കവിഞ്ഞൊഴുകുന്ന ദൈവത്തിൻ്റെ ശക്തിയെ നമുക്ക് സ്വീകരിക്കാം. ഓ കർത്താവെ, ആരാധനകൾ അർപ്പിച്ചതിന് ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. രോഗികൾ ഇപ്പോൾ തന്നെ എഴുന്നേറ്റ് നടക്കട്ടെ. സഞ്ചരിക്കാൻ കഴിയാത്തവരുടെ കരചരണങ്ങൾ ഇപ്പോൾ ശക്തമാകട്ടെ. ട്യൂമറുകൾ ഡിസപ്പിയർ ആയിട്ട് പോകട്ടെ. യേശു ക്രിസ്തുവിന്റെ കുരിശിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആത്മശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓ സ്വർഗത്തിലെ മാടപ്രാവേ, പരിശുദ്ധാത്മ ദൈവമേ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. ക്യാൻസർ രോഗികളുടെ രോഗങ്ങൾ വിട്ടുപോകട്ടെ. യേശുവിന്റെ സമാധാനം കൊണ്ട് എല്ലാവരും നിറയട്ടെ. യേശുവേ ആരാധന, യേശുവേ നന്ദി, കർത്താവേ നന്ദി, കർത്താവേ ആരാധന, കർത്താവേ ആരാധന, കർത്താവേ നന്ദി. Heal me, oh
will be healed. Save me and I will be saved. Heal me, oh Lord, and I will be healed. You are the one I praise. You are the one I praise. Heal me, oh Lord, and I will be healed. Save me and I will be saved. Heal me, oh Lord, and I will be healed. You are the one I praise. You are the one I praise. ദിവ്യകാരുണ്യ യേശുവേ, ഞങ്ങളുടെ രോഗങ്ങൾ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഞങ്ങളിൽ ചിലരുടെയെങ്കിലും അകന്ന കുടുംബ ബന്ധങ്ങൾ ഒന്നു ചേർന്നത് ഈ രോഗം ഞങ്ങളുടെ ശരീരത്തിൻ്റെ ഭാഗമായി മാറിയതുകൊണ്ടാണ്. എല്ലാത്തിലും ഉപരി കർത്താവിനെ ഞങ്ങൾക്ക് എന്നും ചേർത്ത് പിടിച്ച് ഓരോ ദിവസവും പ്രഭാതത്തിൽ എഴുന്നേൽക്കാനും രാത്രിയിൽ കിടന്നുറങ്ങാനും കഴിയുന്നത് ഈ രോഗം ഞങ്ങൾക്കുള്ളത് കൊണ്ട് കൂടിയാണ്. കർത്താവെ, ഞങ്ങൾക്കറിയാം ഇതാ വിശ്വാസിയുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അനുവാദമോ സമ്മതമോ ഇല്ലാതെ യാതൊന്നും കടന്നു വരികയില്ല എന്ന്. കർത്താവെ, സങ്കീർത്തകനോട് ചേർന്ന് ഞങ്ങളിൽ ചിലരെങ്കിലും പറയുന്നുണ്ട്, ദുരിതങ്ങൾ ഞങ്ങൾക്ക് ഉപകാരമായി. അതുമൂലം ഞങ്ങൾ ദൈവത്തിൻ്റെ ചട്ടങ്ങൾ എന്തെന്ന് പഠിച്ചു. ചിലപ്പോഴെങ്കിലും ഞങ്ങൾ പറയുന്നുണ്ട്, കർത്താവെ, ഞങ്ങളുടെ രോഗങ്ങൾ ഞങ്ങൾക്ക് ഉപകാരമായി. അതുകൊണ്ട് ഞങ്ങൾ ദൈവസ്നേഹം എന്തെന്ന് പഠിച്ചു, എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പഠിച്ചു, സ്വർഗത്തെക്കുറിച്ച് ഞങ്ങൾ എങ്ങനെ ചിന്തിക്കണമെന്ന് പഠിച്ചു. കർത്താവെ, ഈ ലോക ജീവിത യാത്രയ്ക്ക് ശേഷം സ്വർഗത്തിലെ പിതാവിൻ്റെ, ഞങ്ങളുടെ എല്ലാവരുടെയും പിതാവിൻ്റെ സ്വന്തം മടിയിൽ വിശ്രമിക്കേണ്ട മക്കളാണ് ഞങ്ങൾ ഓരോരുത്തരും. നിത്യമായ ഭവനം ഞങ്ങൾക്ക് ഒന്നേ ഉള്ളൂ, അത് ഞങ്ങളുടെ സ്വർഗമാണ്. ഞങ്ങൾക്ക് വേണ്ടി അവിടെ നിന്ന് ഒരുക്കി വെച്ചിരിക്കുന്ന സ്വർഗരാജ്യമാണ്. കർത്താവെ, സ്വർഗരാജ്യത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് ജീവിക്കാൻ ഞങ്ങളെ അനുവദിക്കണമേ എന്ന് സഹോദരങ്ങളെ, ദിവ്യകാരുണ്യ യേശുവിനെ നോക്കിക്കൊണ്ട് നമുക്ക് പറയാം, പ്രാർത്ഥിക്കാം. സ്വർഗരാജ്യത്തേക്കാൾ വലുതായി ഒന്നുമില്ല. ഒരുപക്ഷെ ആയുസ് നമുക്ക് ദീർഘിച്ച് ലഭിച്ചാലും ഒരു നാൾ നമ്മൾ ഈ ഭൂമിയോട് വിട പറഞ്ഞു പോകേണ്ടി വരും. അപ്പോൾ നമ്മൾ എവിടെയായിരിക്കും എന്നുള്ളത് ഈ സമയം നമുക്ക് തീരുമാനിക്കാൻ കഴിയണം. അതുകൊണ്ട് കർത്താവിൻ്റെ മുമ്പിലായിരുന്നു കൊണ്ട് നമുക്ക് പറയാം, ഓ കർത്താവേ, പൗലോസ് പറഞ്ഞതുപോലെ ഞങ്ങളും പറയുന്നു, ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ്. ഞങ്ങൾക്ക് ഒരേ ഒരു പിതാവേ ഉള്ളൂ, അത് ഞങ്ങളുടെ സ്വർഗത്തിലെ പിതാവാണ്. ഞങ്ങളുടെ പൗരത്വം സ്വർഗത്തിലാണ്. കർത്താവിനോട് നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെ ഓ കർത്താവേ, സ്വർഗരാജ്യത്തെ ലക്ഷ്യമാക്കാൻ, സ്വർഗരാജ്യത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് ജീവിക്കാനുള്ള ശക്തിയും ബലവും നീ ഞങ്ങൾക്ക് തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, കണ്ണീരുകൊണ്ട് ഞങ്ങൾ കലങ്ങുമ്പോഴും ഞങ്ങൾ പറയുന്നു, സൗഖ്യത്തേക്കാൾ ഉപരിയായ ചിലത് ഞങ്ങൾ കാണുന്നുണ്ട്.
രോഗം മാറുന്നതിനേക്കാൾ ഉപരിയായ ചിലത് ഞങ്ങൾ സ്വപ്നത്തിൽ കാണുന്നുണ്ട്. ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാൻ വരുന്ന യേശുവിനെ, കൂട്ടിക്കൊണ്ടു പോകാൻ കടന്നു വരുന്ന കാവൽ ദൂതന്മാരെ, നിത്യസ്വർഗത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് ജീവിക്കാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്ന വിശുദ്ധാത്മാക്കളെ, ഓ കർത്താവേ, ഈ ദിവസം നിത്യജീവിതത്തെക്കുറിച്ചുള്ള ചിന്ത കൊണ്ട് ഞങ്ങളുടെ മനസ്സിനെയും ഹൃദയത്തെയും നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യനാക്കിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥ നന്ദി. എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യനാക്കിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥ നന്ദി. എല്ലാ തോൽവികൾക്കും നാഥ നന്ദി. നിന്റെ മുഖം കാണുവാൻ അതു നിമിത്തമായി എല്ലാ കണ്ണുനീരിനും നാഥ നന്ദി. നിന്റെ സാന്നിധ്യമറിയാൻ ഇടയായി. താഴ്വരയിൽ മുള്ളുകളിൽ പനിനീർപ്പൂ പോൽ, ശോധനയിൽ ചൂളയതിൽ പൊന്നുപോലെ, ഉയർച്ചയിലും താഴ്ചയിലും മരണത്തിലും ജീവനിലും നിൻ സാന്നിധ്യം മതി. നാഥാ നിൻ സാന്നിധ്യം മതി. നാഥാ നിൻ സാന്നിധ്യം മതി. നാഥാ നിൻ സാന്നിധ്യം മതി. എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യനാക്കിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥ നന്ദി. എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യനാക്കിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥ നന്ദി. അതേ കർത്താവേ, ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളിപ്പോൾ പഠിക്കുന്നുണ്ട്. ഒരു വിശ്രമവുമില്ലാതെ ഞങ്ങൾ ഓടി നടന്ന കാലങ്ങളിൽ ഞങ്ങൾ പഠിച്ചതിനേക്കാൾ ഏറെ കാര്യങ്ങൾ ഇന്ന് സ്വസ്ഥമായി നിൻ്റെ തിരുമുമ്പിലായിരിക്കുമ്പോൾ ഞങ്ങൾ പഠിക്കുന്നുണ്ട്. കർത്താവേ, ഞങ്ങൾക്കൊരൊറ്റ പ്രാർത്ഥനയേ നിൻ്റെ മുമ്പിലുള്ളൂ. അങ്ങയുടെ സാന്നിധ്യം ഒരിക്കലും ഒരിക്കലും കർത്താവെ ഞങ്ങളെ വിട്ടു പോകരുത്. സഹോദരങ്ങളെ, ശുശ്രൂഷയിലായിരിക്കുന്ന എല്ലാവരും
ശുശ്രൂഷയിൽ പങ്കുപറ്റുന്ന സകലരും ഇപ്പോൾ അവരുടെ ഹൃദയത്തിൽ, അവരുടെ നെഞ്ചിൽ കൈകൾ വെച്ചുകൊണ്ട് പറയട്ടെ, കർത്താവേ, ഞങ്ങൾക്ക് ഒരൊറ്റ പ്രാർത്ഥനയേ ഉള്ളൂ. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളെ ഒരിക്കലും വിട്ടു പോകരുത്. ഞങ്ങൾ തനിയെ ഇരിക്കുമ്പോഴും, സമൂഹത്തിലായിരിക്കുമ്പോഴും, രോഗിയായിരിക്കുമ്പോഴും, സൗഖ്യം പ്രാപിക്കുമ്പോഴും, പ്രത്യാശയിൽ ഉണർവോടെ ഇരിക്കുമ്പോഴും, നിരാശയിൽ വേദനിച്ചിരിക്കുമ്പോഴും, കഷ്ടങ്ങൾ പങ്കുവെക്കാൻ ഒരുപാട് പേരെ ലഭിക്കുമ്പോഴും, തനിയെ ഇരുന്ന് വിഷമങ്ങൾ പറയുമ്പോഴും ഞങ്ങൾക്കൊരു പ്രാർത്ഥനയേ ഉള്ളൂ. കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം, അങ്ങയുടെ വിശുദ്ധമായ സാന്നിധ്യം, അങ്ങയുടെ പരിശുദ്ധിയുടെ സാന്നിധ്യം ഞങ്ങളെ ഒട്ടും വിട്ടുപോകരുതേ, ഒരിക്കലും ഉപേക്ഷിച്ചു പോകരുതേ. നിത്യതയെ ലക്ഷ്യമാക്കി ജീവിക്കാൻ, ഞങ്ങളുടെ സ്വർഗീയ അപ്പച്ചനെ നിരന്തരം ധ്യാനിച്ചുകൊണ്ട് ജീവിക്കാൻ ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുമ്പോഴും അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് ഒരിക്കലും അന്യമായി പോകരുതേ എന്ന പ്രാർത്ഥന നമ്മുടെ ഉള്ളിൽ നമുക്ക് സൂക്ഷിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് യേശുവിലൂടെ അവിടുത്തെ ശക്തിയും കാരുണ്യവും നമ്മുടെ മേൽ വർഷിക്കട്ടെ. I shall not be in want. The Lord is my shepherd, I shall not be in want. The Lord is my shepherd, I shall not be in want. The Lord is my shepherd, I shall not be in want. He makes me lie down in green pastures. He leads me beside quiet waters. He restores my soul. The Lord is my shepherd, I shall not be in want. The Lord is my shepherd, I shall not be in want. Surely goodness and love will follow me all the days of my life, and I will dwell in the house of the Lord forever. The Lord is my shepherd, I shall not